അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, ഫഅൻതും ദറസ്തും അൻ അൽ ജവാൽ വ വൽ വസായിൽ ഇജ്തിമാഇയ്യ. സോഷ്യൽ മീഡിയ അല്ലേ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഖിസ്സാദാത്തിയൊക്കെ മക്കളെ എഴുതിയില്ല. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് അല്ലെ, പിന്നെ നിങ്ങളുടെ എന്താണ് തർജുമ ദാത്തിയ, നിങ്ങളുടെ പ്രൊഫൈലും ഒക്കെ അതൊക്കെ തയ്യാറാക്കി ബുക്കിൽ ഒട്ടിച്ചില്ല എല്ലാവരും? ഉണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഒരു കഥ പഠിക്കാം കേട്ടോ. ഇത് കഥയാണ്. കഥ മൻഹുവ. ഇവിടെ രണ്ട് ആൾക്കാരുണ്ട് അല്ലേ. മൻഹുവ, കഥ ഹുവ അർണബ്. മൻ അർണബ്. ഓ മൻഹാദ, ഓ മൻഹാദ. കഥ ഹുവ സുലഹ്ഫാത്ത്. സുലഹ്ഫാത്ത് മൻ, അല്ലേ. സുലഹ്ഫാത്ത് നമ്മുടെ ആമ, ആമയും മുയലും. ആമയും മുയലും. ആമയും മുയലിന്റെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് ആദ്യം? ഹുനാക ഖിസ്സത്തും ബൈനൽ അർനബി വസ്സുലഹ്ഫാത്ത്. മുമ്പൊരു മത്സരം നടന്നിരുന്നു അല്ലേ. ആമയും മുയലും തമ്മിലൊരു മത്സരം നടന്നിട്ടില്ലേ? ഓർമ്മയുണ്ടോ? അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാണാം അല്ലേ. കഥ കണ്ടു നോക്കാം മക്കളെ. الأرنب والسلحفاة. الأرنب كان يا مكان في قديم الزمان، كان هناك أرنب مغرور يعيش في الغابة، وكان يفتخر دائما بأنه أسرع الحيوانات. എന്താ പറയണേ? പിന്നെ ഒരു കാട്ടിൽ ഒരു അർണബ് ഉണ്ടായിരുന്നു. അർണബ് പറയുന്നത് എന്താണ്? അസ്രഉ. ഞാൻ ആരാണ്? അസ്രഉ. ഞാനാണ് ഏറ്റവും സ്പീഡ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ അർണബ് പറയുന്നത്. ولا أحد يستطيع أن يتغلب عليه. وفي يوم من الأيام شاهد سلحفاة مسكينة تمشي ببطء شديد وراح അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരു സുലഹ്ഫാത്ത് ഇങ്ങനെ നടന്നു വരുന്നത് ആര് കണ്ടു? നമ്മുടെ അർണബ് കണ്ടു. അപ്പൊ അർണബ് എന്ത് ചെയ്തു? يستهزئ بها ويقول لها: يا لك من مسكينة، فأنت بطيئة جدا جدا. നീ ഭയങ്കര സ്ലോ ആണല്ലടാ, നീ അവനെങ്ങനെ കളിയാക്കിയായിരുന്നേ നമ്മുടെ സുലഹ്ഫാത്തിനെ. قالت له السلحفاة: ما رأيك أن نتسابق أنا وأنت وسوف نرى من سيفوز؟ നമുക്കൊരു മത്സരം നടത്തിയാലോ? എന്നാ ആരെ നമുക്ക് ജയിക്കുന്നു നോക്കാമോ? وافق الأرنب على عرض السلحفاة وذهبا معا، وبدأ السباق والأرنب يكرر: لن تغلبني هذه البطيئة. أثناء السباق توقف الأرنب من الركض لكي ينام ويأخذ. അങ്ങനെ ഓട്ടത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു? നമ്മുടെ അർണബ് കിടന്ന് ഉറങ്ങി. അർണബ് കിടന്ന് ഉറങ്ങി അല്ലെ. അവർ കുറച്ചു നേരം ദൈവം മെല്ലെ വരുവോന്ന് പറഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോയി. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കും മക്കളെ, ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്കൂൾ അറബിക് ഗൈഡ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങൾ, ക്ലാസ്സുകൾ, എല്ലാം മത്സരങ്ങളൊക്കെ, ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കും, സമ്മാനങ്ങൾ കിട്ടും. അതിന് പറ്റിയ ആപ്ലിക്കേഷനാണ് സ്കൂൾ അറബിക് ഗൈഡ് കേട്ടോ. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മക്കൾ പോയി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. പിന്നെ ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. അത് കാണണം. ചിലപ്പോൾ കാണാൻ പറ്റാതെ വരും, അതുകൊണ്ടാണ്. قسطا من الراحة، فالسلحفاة ما زالت في بداية الطريق، ولكن السلحفاة تابعت المشي ولم تتوقف أبدا. അല്ല, അങ്ങനെ എന്താണ് സുലഹ്ഫാത്ത് നമ്മുടെ അർണബ് കിടന്നുറങ്ങി, സുലഹ്ഫാത്ത് നടക്കുന്നു. അവസാനം എന്ത് ചെയ്തു? ووصلت إلى النهاية وما زال الأرنب المغرور نائما. فلما استيقظ الأرنب من نومه وجد أن السلحفاة قد انتصرت عليه. അല്ല, അങ്ങനെ കണ്ടപ്പോ ഉറങ്ങി എണീറ്റപ്പോ സുലഹ്ഫാത്ത് ജയിച്ചതായിട്ട് കണ്ടു അല്ലേ. تفاجأ بذلك وأخذ يبكي على خسارته المرة. അപ്പൊ അവൻ അങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങി. ആര്? നമ്മുടെ സുലഹ്ഫാത്ത്. അതാണ് കഥ അല്ലെ. അങ്ങനെ എന്തുകൊണ്ടാണ് അവൻ തോൽക്കാൻ കാരണമായത്? ലിമാദ ഫഷിൽ അർണബ്. എന്തുകൊണ്ട് അർണബ് തോൽക്കാൻ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം അൽ ഗഫ്ലയാണ്. മാഹുവ അൽ ഗഫ്ല. ഗഫ്ല പറഞ്ഞു വയ്ക്കുക മക്കളെ. അൽ ഗഫ്ല. ഗഫ്ല എന്ന് പറഞ്ഞാല് എന്താണ്? വിവരക്കേട്. വിവരക്കേട് അല്ലെങ്കിൽ അന്തക്കേട് അല്ലെങ്കിൽ പൊട്ടത്തരം എന്നൊക്കെ പറയില്ലേ കേട്ടോ. അപ്പൊ ഇവിടെ ആ കഥ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വേറൊരു രീതിയിൽ പഠിക്കാം. എങ്ങനെ നോക്കാം? നമുക്ക് നോക്കാം.
ഇതാണ് ആഖിബത്തുൽ ഗഫ്ല. ആഖിബ, ആഖിബ എന്ന് വെച്ചാൽ അവസാനം, പരിണിതി. അൽ ഗഫ്ല വിവരക്കേടിന്റെ പരിണിതി. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു സുലഹ്ഫാത്ത് ഉണ്ട്, പിന്നെ അർണബ് ഉണ്ട്. അവർ തമ്മിൽ അന്നഹു കാന ഫീ ഗാബത്തിൻ അർണബും വസുലഹ്ഫാത്ത്. കണ്ടോ, ഇത് ഞങ്ങൾക്ക് നമ്മൾ കണ്ട വീഡിയോ തന്നെയാണ്, അത് തന്നെയാ പറയുന്നത്. കാന ഫീ ഗാബത്തിൻ അർണബും വസുലഹ്ഫാത്ത്. ഒരു കഥ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്ന? ആദ്യം കാന ഫീ ഗാബത്തിൻ അർണബ്, ഒരു കാട്ടിൽ ഒരു അർണബും സുലഹ്ഫാത്തും ഉണ്ടായിരുന്നു. അപ്പൊ കണ്ട, ഒരു കഥ തുടങ്ങുന്നത് കാന ഫീ ഗാബത്തിൻ അർണബും വസുലഹ്ഫ, ഒരു കാട്ടിൽ ഒരു അർണബും സുലഹ്ഫാത്തും ഉണ്ടായിരുന്നു. ഒരു കാട്ടിൽ ഒരു ആനയും കുതിരയും, അല്ലെങ്കിൽ ആനയും ഒരു കാക്കയും ഉണ്ടായിരുന്നു. അങ്ങനെ പറയൂ, കാന ഫീ ഗാബത്തിൻ ഖുറാബുൻ വഫീലുൻ, അല്ലെങ്കിൽ ഫീലുൻ വഖുറാബുൻ. അപ്പൊ കഥ എഴുതുമ്പോൾ അതിന്റെ രീതി മക്കൾ പഠിക്കണം. അപ്പൊ ഈ കാന ഫീ എന്നുള്ളത് എഴുതണം, കാന ഫീ എന്നുള്ളത് പഠിച്ചു വയ്ക്കണം. once there was a എന്ന് പറയില്ലേ, once upon a time there was a അർണബ് വസുലഹ്ഫാത്ത്, അങ്ങനെ എഴുതും കേട്ടോ. കാന ഫീ ഗാബത്തിൻ, ഒരു കാട്ടിൽ ഒരു അർണബ് ഉണ്ടായിരുന്നു. യൗമൻ, ഒരു ദിവസം. ഖാലൽ അർണബ്, മൻ ഖാല? അൽ അർണബ്. ആരാ പറഞ്ഞത്? അർണബ് പറഞ്ഞു. ലിസുലഹ്ഫാത്ത്, ലിമൻ ഖാല? ആരോടാ പറഞ്ഞത്? ലിസുലഹ്ഫാത്ത്, ആമയോട് പറഞ്ഞു. നമ്മൾ കഥയിൽ കണ്ട, വീഡിയോയിൽ കണ്ട പോലെ തന്നെ. അന അസ്റഉ മിൻക, അന അസ്റഉ മിൻക, ഞാൻ ഐ ആം വെരി സ്പീഡ്, ഞാൻ നിന്നെക്കാളും എന്താണ്, സ്പീഡാണ്. ഫിൽ ജരി, ഓട്ടത്തിൽ. ജരിമൻ, ജരിമത ഓട്ടം കേട്ടോ. സിബാഖുൽ ജരി, ഓട്ട മത്സരം കേട്ടോ. അന അസ്റഉ മിൻക ഫിൽ ജരി, ഞാൻ നിന്നെക്കാളും സ്പീഡിൽ ഓടും, ഓട്ടത്തിൽ ഞാൻ നിന്നെക്കാളും സ്പീഡുള്ള ആളാണ്. അപ്പൊ നമ്മുടെ മാതാ കാലൽ അർണബ്, അർണബ് എന്താ പറഞ്ഞത്? അന അസ്റഉ, അന അസ്റഉ, ഞാൻ നല്ല സ്പീഡിൽ ഓടും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവരുടെ പേര് മാറ്റിയിട്ട് വേറെ രണ്ടാളുടെ പേര് വെക്കുമ്പോഴും നമ്മൾ ഇതേ കഥ പൂർത്തിയാക്കണം. ഒരു നിങ്ങളൊന്ന് പൂർത്തിയാക്കി നോക്കണം, വേറെ ആളുടെ പേര് വെച്ചിട്ട്. അപ്പോ ആനയും ഉറുമ്പോ അല്ലെങ്കിൽ നംലത്ത് ഫീൽ, അങ്ങനെ വെച്ച് കഥ വെച്ചിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കി നോക്കാം. അപ്പൊ ഇവിടെ അന അസ്റഉ, ഞാൻ നല്ല സ്പീഡാണെന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ ആമ വിട്ടുകൊടുക്കോ? ആമയും പറഞ്ഞു ബൽ, ബൽ, ബട്ട്, പക്ഷേ അന അൻഷത് മിൻക, ഞാൻ നിന്നെക്കാൾ ഉഷാറാണ്. അൻഷത് ആക്റ്റീവ്, അന അൻഷത് മിൻക, ഞാൻ നിന്നെക്കാൾ ഉഷാറാണടാ. അമ്മ പറഞ്ഞു അന അൻഷത്. അപ്പൊ മാതാ കാലിൽ അർണബ്, അർണബ് പറഞ്ഞ എന്താണ്? അന അനാസ്ര. എന്നാൽ നമ്മുടെ ആമ പറഞ്ഞതോ അന അൻഷത്, അന അൻഷത്, ഞാൻ നിന്നെക്കാളും ഉഷാറാണ്. എങ്കിൽ നമുക്ക് നോക്കാം. നഖൂം ബിസിബാഖിൽ ജരി. ഖാലൽ അർണബ്, അർണബ് പറഞ്ഞ നഖൂം, നമുക്ക് നടത്താം. ബിസിബാഖ്, മത്സരം, അൽ ജരി, ഓട്ട മത്സരം നടത്തി. ഹയ്യ, വാ, വാ, നമുക്ക് നടത്താം, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ എന്ന് പറഞ്ഞു. അപ്പോ എന്ത് പറഞ്ഞു? നഖൂം ബിസിബാഖുൽ ജരി, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഹയ്യ, വാ, വാ, കൂട്ടുകാരെയൊക്കെ വിളിക്കണ ഹയ്യ. അങ്ങനെ വാഫഖത്ത് സുലഹ്ഫാത്ത്, വാഫഖത്തുഹു, ഹി എഗ്രീഡ്. ആര്? നമ്മുടെ സുലഹ്ഫാത്ത് എഗ്രി ചെയ്തു, സമ്മതിച്ചു. അങ്ങനെ അൽ ബിദായ, സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ. ബദഅ സിബാഖ്, സിബാഖ് മാഹു, മാതാ ബദഅ അസ്സിബാഖ്, മത്സരം തുടങ്ങി. ഹുനാക അൽ അസദ്, അൽ അസദ് വൽ ഫഅർ വസ്സഅലബ് വത്വാഇർ, അല്ലെ, വൽ വിസ്ഫൂർ, എല്ലാവരും ഇവിടെ ഉണ്ട്. ആരാണ് നമ്മുടെ ജഡ്ജ്? ഇവിടെ ആരാണ് റഫറി? അൽ അസദ്, അസദ് നിൽക്കുകയാണ് അല്ലെ. അസദ് വിസിലൂതി, വിസിലൂതാണ്. അങ്ങനെ മത്സരം തുടങ്ങി. മത്സരം തുടങ്ങി. മത്സരം തുടങ്ങിയപ്പോ ആദ്യം ആരോടി? മൻ റക്കലൽ അർണബ്, മൻ ഹാദ ഹുവൽ അർണബ്. അർണബ് എന്ത് ചെയ്തു? റക്കല, 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 ഓടി, ഹറബ.
അൽ അർണബ് ബിസുറഅ, നല്ല സ്പീഡിലോടി. മൻ റക്കല, റക്കല അൽ അർണബ്. കൈഫ റക്കല, എങ്ങനെയാ ഓടിയത്? ബിസുറഅ. കൈഫ റക്കല, ബിസുറഅ, നല്ല സ്പീഡിലോടി. എന്നാൽ നമ്മുടെ സുലൈഫാത്തോ, വജറത്ത്, സുലൈഫാത്ത് ഓടി. വജറത്തി സുലൈഫാത്ത്, സുലൈഫാത്ത് ഓടി. ഖൽഫഹു, ഖൽഫൽ അർണബ്. ഖൽഫ മദ, പിറകിൽ. ആരുടെ പിറകിലാ? നമ്മുടെ അർണബിന്റെ പിറകിൽ ഓടിപ്പോയി. അർണബിന്റെ പിറകില് ഓടിപ്പോയി, അല്ലെ? അങ്ങനെ ഓടി 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 കുറെ കഴിഞ്ഞപ്പോ നമ്മള് മറ്റേ സംഭവത്തിൽ പോലെ എന്ത് ചെയ്തു? ഇവിടെ അർണബ് എന്താ ചെയ്യുന്നത്? അവന്റെ കയ്യിൽ എന്തുണ്ട്? അർണബിന്റെ കയ്യിൽ എന്താണ്? മഹദ ഹദ ജൗവാൽ. ജൗവാലില്ലേ? നമ്മുടെ അർണബ് വിചാരിച്ചു, എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഓ, അവൻ നടന്ന് നടന്ന് വരുമ്പോഴേക്കും കുറെ സമയം എടുക്കും, ഞാൻ കുറച്ചു നേരം മൊബൈൽ ഒന്ന് നോക്കട്ടെ, വാട്സപ്പ് ഒന്ന് നോക്കട്ടെ, കുറച്ച് ഇൻസ്റ്റഗ്രാം നോക്കട്ടെ, കുറച്ച് യൂട്യൂബ് നോക്കട്ടെ, കുറച്ചു നേരം ഗെയിം കളിക്കട്ടെ എന്നൊക്കെ ആര് വിചാരിച്ചു? നമ്മുടെ അർണവ് വിചാരിച്ചു. എന്താ വിചാരിച്ചത്? ലല്ലൽ അർണബ്, ലല്ലൽ അർണബ്. അർണബ് വിചാരിച്ചു അന്നഹു സയഫൂസു ഫിസ്സിബാഖ്. അർണവ് വിചാരിച്ചെന്ത്? അന്നഹു സയഫൂസ്, ഹി വിൽ വിൻ ഫിസ്സിബാഖ്, ദി റൈസ്. അവൻ ഈ മത്സരത്തിൽ അവൻ ജയിക്കും എന്ന് വിചാരിച്ചു, അല്ലേ? ഫജലസ, ഫമാദാ ഫഅല, അന്നഹു ജലസ, അവൻ ഇരുന്നു. എവിടെ? തഹ്ത ഷജറ, തഹ്ത ഷജറ, ഒരു മരത്തിന്റെ കീഴിൽ എടുത്തിട്ട് എന്ത് ചെയ്തു? വഅഖദൽ ജൗവാൽ, മൊബൈൽ എടുത്തിട്ട് വബദഅ യൽഅബു ബിഹി, അത് വെച്ച് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? വബദഅ, തുടങ്ങി, യൽഅബു ബിഹി, അത് വെച്ച് ഗെയിംസ് കളിക്കാൻ തുടങ്ങി, അല്ലേ? നിങ്ങൾ ഇതുപോലെ ഇല്ലേ? ടീച്ചർ ഹോംവർക്ക് തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫോണും എടുത്ത് കളിക്കാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്തു? വനസിയ സിബാഖ്, അങ്ങനെ ഫോണിൽ കളിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ അർണബ് എന്ത് ചെയ്തു? സിബാഖ്, സിബാഖ് മറന്നുപോയി. നസിയ, മറന്നു. നസിയ, മറന്നു. പുള്ളി ഫോണിൽ ഹായ് ഹായ് കൊള്ളാം സൂപ്പർ കളി എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനുണ്ടാവും, നമ്മൾ ഫോൺ എടുത്ത് യൂട്യൂബ് കാണും, നമ്മൾ ഗെയിം കളിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാനുള്ള ഹോംവർക്ക് മറന്നുപോകും. നമ്മൾ നാളെ സ്കൂളിൽ ടീച്ചറിന്റെ അടുത്ത് ചിലപ്പോൾ അടികൊള്ളും, ചിലപ്പോൾ നമ്മൾ പരീക്ഷയിൽ തോറ്റു പോകും. അപ്പൊ അവൻ എന്താ, നമ്മുടെ അർണബിന് എന്തുണ്ടായി? അർണബ് ഇവിടെ ഗാഫിലായി. ഗാഫിൽ, ഗാഫിൽ എന്ന് പറഞ്ഞാൽ വിവരക്കേട്, അന്തക്കേട് കാണിച്ചു, അല്ലേ? അവന് വിവരക്കേട്, അന്തക്കേട് കാണിച്ചു, മറന്നുപോയി. അവന് അശ്രദ്ധ കാണിച്ചു, അശ്രദ്ധ, അശ്രദ്ധ, അവന് ഗഫ്ലത്ത്, അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്, അല്ലേ? അശ്രദ്ധയുടെ ഗാഫിലത്ത്, ഗഫ്ലത്ത്, ഗഫ്ലത്ത്, അശ്രദ്ധയുടെ അവസാനം, പരിണിതി. അശ്രദ്ധ ഉണ്ടെങ്കിൽ ചുറ്റും എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അങ്ങനെ ഫോണിൽ കളിച്ചു. ഹീന ഇതിൻ, അന്നേരം സബഖത്തി സുലഫാത്ത്, സുലഫാത്ത് എന്ത് ചെയ്തു? നമ്മുടെ അർണബിനെ സുലഫാത്ത് അൽ അർണബ്, അർണബിനെ മറികടന്നു പോയി. അപ്പൊ നമ്മുടെ സുലഫാത്ത് പറയാ, ഇൻഷാ അല്ലാഹ് സഫൂസ്, ഇൻഷാ അല്ലാഹ് ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും എന്ന് നമ്മുടെ സുലഫാത്ത്. അപ്പൊ നമ്മള് അശ്രദ്ധ പറ്റിയ നമുക്ക് എന്തുണ്ടാവും? ഗഫലത്ത് ഉണ്ടായ നമ്മൾ പരാജയപ്പെടും. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ ആര് ജയിച്ചു? നമ്മുടെ സുലഫാത്ത്. ഫാസത്തി സുലഫാത്ത് വ ഫഷിലൽ അർണബ്, അർണബ് തോറ്റു, അല്ലേ? ഫജ്അതൻ, പെട്ടെന്ന്, ഇൻതബഹൽ അർണബ്, അർണബിന് ബോധമുണ്ടായി, ശ്രദ്ധ വന്നു. വഅസ്റഅ യജ്രി, അവൻ ഓടാൻ തുടങ്ങി, അല്ലേ? ഓടി ഓടി വരും. വലാകിന്നഹു, പക്ഷെ അവൻ കണ്ടു. വജദ, വലാകിന്നഹു വജദ, ആര് കണ്ടു? അസ്സുലഫാത്ത്. മൻ വജദ, സുലഫാത്ത് കണ്ടു. സാബിഖതൻ, മുമ്പിലെത്തിയെന്ന് കണ്ടു, മുമ്പിലെത്തിയതായിട്ട് കണ്ടു. വഫാസത്തി സുലഫാത്ത്, ഫാസ, ജയിച്ചു. മൻ ഫാസ? അസ്സുലഫാത്ത്, ആമ ജയിച്ചു. ബിജുഹരിഹ, അതിന്റെ പരിശ്രമം കൊണ്ട്.
ഫഷിലൽ അർണബ്, അർണബ് തോറ്റു, ബിഗഫ്ലത്തിഹി, അവന്റെ അശ്രദ്ധ കാരണം. കേട്ടോ, ഇതൊരു കഥ മനസ്സിലായില്ലേ? ഫഷിലൽ അർണബു ബിഗഫ്ലത്തിഹി. അപ്പോ പഴയ കഥ നമ്മൾ പുതിയതായിട്ട് മനസ്സിലായി അല്ലേ? അപ്പൊ ഇതിൽ എന്താ ഇതിന്റെ തോക്കാൻ കാരണം എന്താ? അന്നഹു ലഇബ ഫിൽ ജവ്വാൽ, എന്താണ്, ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്താവരുത്? വലാ തകുൻ മിനൽ ഗാഫിലീൻ, നമ്മൾ ആരാവരുത്? അശ്രദ്ധയുള്ളവരായി മാറരുത് എന്നാണ് ഇവിടെ പറയുന്നത്. വലാ തകുൻ മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയുണ്ടായ ആളുകളായി മാറരുത്. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഫഷിൽ ഉണ്ടാവും അല്ലെ? അപ്പോ ഇതേ കഥ നമുക്ക് വേറൊന്നായിട്ട്, ഇവിടെ ആരാണിത്? ഹുനാക്ക ദീകുൻ, ഹദ ദീകുൻ, ഓ ഹൻ ഹദ, ഹദ ഹദ കൽബ് അല്ലെ? ദീക്കും കൽബും കൂടി ഒരു മത്സരം നടത്തി. ആ കഥ നിങ്ങൾ എഴുതണം. ഇങ്ങനെ എഴുതും. കാന ഫിൽ ഖറിയത്തി, ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ആരാണ്? ദീകുൻ. ഇവിടെ ദീകുൻ നോക്കുക അല്ലെ? പിന്നെയോ ഇവിടെ എന്ത് ചെയ്യുന്നു? വ കൽബുൻ, ദീകുൻ വ കൽബുൻ അല്ലെ? അപ്പൊ കാലൽ കൽബു, കൽബ് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? അന അന അസ്റ, അന അസ്റ നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ നമ്മൾ പാടത്തില്ലേ? കാലൽ കൽബു അന അസ്റ. അപ്പൊ കാലദ്ദീക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ദീക്ക് നമ്മൾ സുലൈഫാത്ത് പറഞ്ഞ കാര്യം പറയാം. അന അൻഷത്, കാലദ്ദീക്കു അന അൻഷത്. അങ്ങനെ ജറാ ബൈനഹുമാ, ജറാ ബൈനഹുമാ, അവരുടെ ഇടയിൽ നടന്നു എന്ത്? സിബാഖ്, സിബാഖ് മത്സരം. എന്ത്? സിബാഖുൽ ജരി, സിബാഖുൽ ജരി, ജരി അല്ലെ? അങ്ങനെ അസ്നാ സിബാഖ്, അസ്നാ സിബാഖ് അല്ലെ? അങ്ങനെ മത്സരത്തിന്റെ ഇടയിൽ മാതാ ഹദസ്, നമ്മുടെ അതിന്റെ അർണബിന് സംഭവിച്ച അതേ കാര്യം തന്നെയല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ സംഭവിച്ചത്? അത് ഇവിടെ ഉണ്ട് അല്ലെ? അസ്നാ സിബാഖ് അല്ലെ? അസ്നാ സിബാഖ് ലന്നൽ അർണബ്, അർണബ് വിചാരിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എടുക്കാം? ലന്ന അൽ കൽബ്, ലന്നൽ കൽബ്. ഇവിടെ അർണബ് മാറ്റി എന്ത് വെക്കണം? കൽബു അന്നഹു സയഫൂസ് ഫി സിബാഖ്, ഞാന് മത്സരത്തിൽ ജയിക്കുന്നെന്ന് വിചാരിച്ചു. അങ്ങനെ മരത്തിന്റെ തീഴെ ഇരുന്ന് ഉറങ്ങി, അത് ഫോൺ എടുത്ത് കളിക്കാൻ തുടങ്ങി. വനസിയ സിബാഖ്, മത്സരം മറന്നു. അപ്പൊ ഈ സെന്റൻസ് അങ്ങനെ തന്നെ, ഈ അർണബ് മാറ്റിയിട്ട് നമുക്ക് കൽബ് എന്ന് വെക്കാം കേട്ടോ. അപ്പൊ കഥ പൂർത്തി, കഥ ഇതായില്ലേ? അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു? സബക്ക, സബക്ക ആരെ മറികടന്നത്? സബക്ക ദീക്കു, ദീക്കു മറികടന്നു. ആരെ? അൽ കൽബ, കൽബിനെ മറികടന്നിട്ട് എന്ത് ചെയ്തു? ജയിച്ചു എന്നല്ലേ അല്ലെ? വഫാസ അല്ലെ? വഫാസ വഫശീല. ഇതിന്റെ പിന്നെ ബാക്കി എഴുതണം. ഫശീലൽ, ഫശീലൽ കൽബു ബിഗഫ്ലത്തി. അർണവ് മാറ്റി എന്ത് വെക്കണം? കൽബ് വെക്കണം. ഫശീലൽ കൽബു ബിഗഫ്ലത്തി കേട്ടോ. അപ്പൊ എങ്ങനെ വെക്കണം? എന്താണ് അവസാനം എന്താ വരേണ്ടത് ഇവിടെ? സബക്ക അൽ കൽബു, അല്ല, സബക്ക ദീകു അൽ കൽബ അല്ലെ? വഫാസ, ജയിച്ചു. ഇനിയോ വഫശീല എന്ത് വരണം? വഫശീലൽ അല്ല, വഫശീലൽ കൽബു ബിഗഫ്ലത്തിഹി എന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതില് പഠിക്കാൻ. ഓക്കെ അല്ലേ? ഒരു ക്ലാസ് പറയാനുള്ളത്. കഥ മുഴുവനായിട്ട് മക്കൾ എഴുതുക, അവർ പറഞ്ഞു തന്ന പോലെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.